എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ബെനറ്റ് സാറാണ്. ഇപ്പൊ ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, വളരെ ചുരുക്കം കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. വെറും ഒരു 3 ചോദ്യങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ കുട്ടികൾ കറക്കുന്നു, അല്ലെങ്കിൽ അയൺ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ കുട്ടികൾ കറക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ശരിക്കും ഒരു തെറ്റായ ധാരണയാണത്. കാരണം അയൺ എന്തിന് എന്നുള്ളതാണ്. നമുക്കൊരു നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈയുടെ സാധനമാണ്. അതിലേക്ക് വേണ്ടി പ്രധാനമായിട്ട് ഉപകരിക്കുന്നതാണ് അയൺ. അതായത് ഹീമോഗ്ലോബിൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അയൺ വേണം. അപ്പൊ ഹീമോഗ്ലോബിൻ കൂടാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ഉപയോഗിക്കുന്നത്. പ്രഗ്നൻസി ടൈമില് ഹീമോഗ്ലോബിൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുട്ടിക്ക് കൂടെ, നമ്മളെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് കൂടെ അയണിന്റെ ആവശ്യമുണ്ട്, ഹീമോഗ്ലോബിൻ ആവശ്യമുണ്ട്, രക്തം ആവശ്യമുണ്ട്. പക്ഷെ ഇതിന്റെ ഇങ്ങനെ ആവശ്യം വരുമ്പോഴേ റിക്വയർമെന്റ് കൂടെ അതിനനുസരിച്ചുള്ള ഒരു അയൺ നമ്മുടെ ഫുഡിൽ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് സപ്ലിമെന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ആള് മാറുകയാണെങ്കിൽ ദോഷ രീതിയിലേ മാറാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ കുഞ്ഞു കറക്കാനായിട്ടുള്ള യാതൊരു കാര്യവും അയൺ തെറാപ്പി കൊണ്ട് സയന്റിഫിക്കലി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മുമ്പ് നമ്മള് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മൂമ്മമാര് കുട്ടികൾക്ക് കുളിപ്പിച്ചിട്ട് ഗ്രേപ്പ് വാട്ടർ കൊടുത്ത് ഗ്യാസ് വരത്തില്ല, വയറിന് നല്ലതാണ് എന്നൊരു രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ അമ്മമാർ അത് ഫോളോ ചെയ്യുന്നില്ല, അറിയുന്നവർ കൊടുക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് വയറുവേദന വന്നാലുണ്ട് കാർമിസൈഡ്. അതിനെപ്പറ്റി ഗ്രേപ്പ് വാട്ടറിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മനുഷ്യ ജീവൻ അല്ലെങ്കിൽ ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് വായു, ജലം, ഭക്ഷണം. അപ്പൊ ആദ്യ ശ്വാസം അല്ലെങ്കിൽ ആദ്യം പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയുന്നത് വഴി ആ ശ്വാസം കിട്ടിക്കഴിയും. അത് കഴിഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലവും ഭക്ഷണവുമാണ്. അത് മുലപ്പാൽ വഴി കിട്ടും. ഈ മുലപ്പാൽ ശാസ്ത്രീയമായിട്ട് തെളിവുകളുണ്ട്. 6 മാസം വരെ മുലപ്പാൽ മാത്രം മതി എന്നുള്ളത്. ഇതിനിടയിൽ ഒരു കുഞ്ഞ് കരയുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്ന ഇതിനോടൊപ്പമുള്ള മരുന്നുകളൊക്കെ പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞോ കാർമിസൈഡ് എന്ന് പറഞ്ഞോ സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കുന്നത് നല്ലതല്ല. ശാസ്ത്രീയമായിട്ട് ഒരു തെളിവുകളും ഇല്ലാത്തതാണ് ഈ ഗ്രേപ്പ് വാട്ടർ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. തന്നെ കുളിപ്പിച്ചോണ്ട് പൗഡറൊക്കെ ഇട്ട് കുട്ടികൾ റെഡിയാക്കി കരി എഴുതി കിടത്താം. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ കരിയൊക്കെ ഇട്ട് പൗഡറിൽ കുളിപ്പിച്ച് കുട്ടിനെ കിടത്താറുണ്ട്. അതിനെ കുറിച്ച് സാധനം ഒരുപാട് കമ്പനീസ് മോയ്സ്ചറൈസേഴ്സ്, ലോഷൻ, പൗഡേഴ്സ് ഇറക്കുന്നില്ല. അപ്പൊ അതെല്ലാം കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കഴിഞ്ഞാല് പ്രസവിച്ചു കഴിഞ്ഞാല് ഒരു കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുക. അല്ലാതെ ഒരു സാധാരണ കുളിപ്പിക്കും പോലെ കുളിപ്പിക്കുക. ഏത് സോപ്പ് വേണം ഉപയോഗിക്കുക. അത് ഇന്ന സോപ്പ് തന്നെ വേണമെന്നില്ല. പക്ഷെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സോപ്പിനെ മാറ്റി വേറെ സോപ്പ് ഉപയോഗിക്കാം. പിന്നെ ബേബി സോപ്സ് എല്ലാം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. അല്ലാതെ ഒരു കമ്പനിയുടെ സോപ്പ് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി ചോദിച്ച ക്വസ്റ്റ്യനാണ് പൗഡറും കരി എഴുതുന്നതൊക്കെ. ഒരിക്കലും ഇത് അഡ്വൈസബിൾ അല്ല, പ്രത്യേകിച്ച് പൗഡർ. കാരണം ഒരു പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൗഡർ ഫോമിൽ ഇരിക്കുന്നത് കുഞ്ഞ് ശ്വസിക്കാൻ ചാൻസ് ഉണ്ട്. പൗഡർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൗഡറാണ് അത്. ആ പൊടി കുഞ്ഞ് ശ്വസിക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിൽ പോയി ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് കാരണം അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും നല്ലതല്ല കൊച്ചു കുഞ്ഞിന്, പ്രത്യേകിച്ച് ആദ്യത്തെ 6 മാസമോ ആദ്യത്തെ 1 വർഷമോ പൗഡർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. അപ്പൊ ഒരു കാര്യമില്ല. അപ്പൊ ഈ കുട്ടികളുടെ തുണി നമ്മൾ കഴുകുന്നത് പലരും ഉപയോഗിച്ച് ഡെറ്റോൾ അല്ലെങ്കിൽ നോർമൽ സോപ്പ്. അപ്പൊ അതിൽ നമ്മൾ ഏതാണ് ഏറ്റവും ഏത് വാഷിംഗ് സോപ്പ് ഉപയോഗിച്ച് കഴുകാം. അത് ഒരു കമ്പനിയുടെ സാധനം എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ സോപ്പും, അതിലും പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളുടെ തുണിക്കൊക്കെ അണുവിമുക്തത നേടാനായിട്ട് ഉപകരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഫോമാണ്, അതായത് പതയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ആ പത ഉണ്ടാകുന്ന ഏത് സോപ്പ് വേണം ഉപയോഗിക്കാം. അത് സോപ്പ് പൗഡർ ഉപയോഗിക്കാം, സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഒക്കെ പലതും ഉപയോഗിക്കാം. അതിന്റെ ഏത് വേണം നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇൻഫർമേഷൻ താങ്ക് യു.